റഫേൽ യുദ്ധവിമാനങ്ങളുടെ വില കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധിച്ചുവെന്നും അതിന്റെ റിപ്പോർട്ട് പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് നൽകിയെന്നുമുള്ള സുപ്രീംകോടതി വിധിയിലെ പരാമർശം വിവാദ പർവങ്ങൾക്ക് തുടക്കമിട്ടു. വസ്തുതാപരമായ തെറ്റ് കോടതിയുടേതാണോ അതോ സർക്കാർ കോടതിയെ ധരിപ്പിച്ചതാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. റഫേൽ ഇടപാട് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാകുന്നതേയുള്ളൂവെന്ന് CAG വൃത്തങ്ങൾ വ്യക്തമാക്കി. റിപ്പോർട്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തൊട്ടുമുൻപാണ് നൽകുക. സാധാരണഗതിയിൽ റിപ്പോർട്ടിന് മുൻപ് സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ അവസരം നൽകാറുണ്ട്. ഈ യോഗത്തിന്റെ തീയതി പോലും തീരുമാനിച്ചിട്ടില്ല. CAGയുടെ റിപ്പോർട്ട് പാർലമെന്റിലാണ് വയ്ക്കുക. പാർലമെന്റാണ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് പരിശോധനയ്ക്കായി വിടുക. CAGയുടെ റിപ്പോർട്ട് PSC പരിശോധിച്ചുവെന്നും റിപ്പോർട്ടിന്റെ ചെറിയൊരു ഭാഗമാണ് പാർലമെന്റിന് നൽകിയതെന്നുമാണ് കോടതി പറയുന്നത്. ഇടപാടിൽ ഏതെങ്കിലും റിപ്പോർട്ട് ലഭിച്ചതായി രേഖകളില്ല. റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് PSC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ചൂണ്ടിക്കാട്ടി. CAG റിപ്പോർട്ട് ഉണ്ടെന്നോ അത് PSCക്ക് കൈമാറിയെന്നോ സർക്കാർ കോടതിയിൽ വാദത്തിനിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ പല കാര്യങ്ങളും സീൽ ചെയ്ത കവറിൽ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഇക്കാര്യം ഉണ്ടാകാമെന്നാണ് ഹർജിക്കാരുടെ സംശയം. ഇല്ലാത്ത റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് വിധിയെന്ന് ഹർജിക്കാരായ പ്രശാന്ത് ഭൂഷണും അരുൺ ഷൂരിയും വ്യക്തമാക്കുന്നു. അനിൽ അംബാനിയുടെ കമ്പനിയായ റിലയൻസ് ഡിഫൻസിനെ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നാണ് വിധിയിൽ പറയുന്നത്. പത്രവാർത്തകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഈ പരാമർശമെന്നാണ് വിധിയിൽ വ്യക്തമാക്കുന്നത്. വിമാനം വാങ്ങുന്ന പ്രക്രിയയെക്കുറിച്ചോ വിലയെക്കുറിച്ചോ വായുസേന ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നാണ് വിധിയിലെ മറ്റൊരു പരാമർശം. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും വായുസേന ഉദ്യോഗസ്ഥരോട് ചോദിച്ചില്ലെന്നാണ് ഹർജിക്കാരുടെ വാദം. വിധിയിൽ വസ്തുതാപരമായ തെറ്റുകളുണ്ടായാൽ ഇനി മാർഗം പുനഃപരിശോധന ഹർജിയാണ്.